ഹലോ ഗായ്സ്, ഇന്ന് എൻ്റെ വലിയാൻ്റെ ഉണ്ടാക്കണ ഒരു താറാവ് റോസ്റ്റിൻ്റെ വീഡിയോ ആട്ടാ. ഇത് കുറേ നാളായി എടുത്തിട്ട്, പക്ഷേ ഇപ്പോഴാണൊന്ന് സമയം കിട്ടിയത് ഇടാനായിട്ടാ. ആദ്യം തന്നെ ഒരു പാനൊക്കെ എടുത്തിട്ട് കുറച്ച് വെളിച്ചെണ്ണ അങ്ങോട്ട് ഒഴിച്ച് കുറച്ച് സബോള ഇങ്ങോട്ട് ഇട്ടു കേട്ടാ. പിന്നെ പെട്ടെന്ന് വാടാൻ വേണ്ടിയിട്ട് കുറച്ച് ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നേ. അതിൻ്റെ പിന്നാലെ കറിവേപ്പിലാണ് ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നേ കേട്ടാ. നന്നായിട്ട് ഇങ്ങനെ ഇളക്കി ഇതേ ഒരു ബ്രൗൺ കളർ ആവണം. ഈ ഒരു കാര്യം പറയാൻ മറന്നു, സബോളയുടെ കൂടെ നമ്മൾ കുറച്ച് വെളുത്തുള്ളിയും കൂടി ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടാ. പിന്നെ കുറച്ച് ഇഞ്ചിയും പച്ചമുളകും ഇങ്ങോട്ട് ഇട്ടിട്ട് നന്നായിട്ട് അങ്ങോട്ട് ഇളക്കി കൊടുക്കാം. ഈ ഇളക്കി കൊടുത്തു കഴിഞ്ഞിട്ട് അടുത്ത പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് തക്കാളി ഇട്ടിട്ട് കൊടുക്കണേ. കുനുകുനാന്ന് അരിഞ്ഞിട്ടുള്ള തക്കാളി, കുറച്ച് പുളിപ്പിന് വേണ്ടിയിട്ടാണ് നമ്മൾ തക്കാളി ഇട്ട് കൊടുത്തേ. പിന്നെ അടുത്ത പരിപാടി എന്ന് പറഞ്ഞാൽ പൊടികളാട്ടെ. ആദ്യം കുറച്ച് നമ്മളുടെ മല്ലിപ്പൊടി ഇട്ട് കൊടുത്തു. അതിന് മുമ്പ് നമ്മൾ കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഒരു സ്പൂൺ ഇട്ട് കൊടുത്താൽ മതി. അതിൻ്റെ പിന്നാലെ 3 സ്പൂൺ മുളക് പൊടിയും പിന്നെ കുറച്ച് മസാലപ്പൊടി ആട്ടാ ചേർക്കണ്ടേ. ഈ മസാലകളൊക്കെ ചേർത്തതിന് ശേഷം നന്നായിട്ട് ഈ വെളിച്ചെണ്ണ നന്നായിട്ട് ഇതിനെ മേത്ത് ഒഴിച്ചു കൊടുത്ത് നന്നായി ഇതിൻ്റെ പച്ചമണം മാറണ വരെ നമ്മൾ ഇളക്കിക്കൊണ്ടിരിക്കണം കേട്ടാ. അപ്പം നന്നായി ഇളക്കണം. എല്ലാതും കൂടിയിട്ട് നന്നായി ഇളക്കി കൊടുത്തതിന് ശേഷമാണ് പിന്നെ കുറച്ച് കുരുമുളക് പൊടി നമ്മൾ ഇട്ട് കൊടുക്കണേ. ഇതിലേക്ക് നമ്മളില്ലേ വേവിച്ച താറാവ് അങ്ങോട്ട് ഇട്ട് കൊടുക്കാട്ടാ ചെയ്യേണ്ടി. മസാലയ്ക്ക് ഇത് നന്നായിട്ട് ഇളക്കി കൊടുക്കണം. ഇത് വെറുതെ മഞ്ഞൾപ്പൊടി മാത്രം ഇട്ടിട്ട് വേവിച്ചതാട്ടെ. ഇനി കുറച്ച് ടൊമാറ്റോ സോസും പിന്നെ കുറച്ച് കറിവേപ്പിലും കൂടി ഇട്ട് കഴിഞ്ഞാൽ നമ്മുടെ സാധനം റെഡി ആയിട്ടാ. അപ്പോൾ ഇത്ര എളുപ്പമാണ് നമ്മളുടെ താറാവ് റോസ്റ്റ് എന്ന് പറഞ്ഞിട്ട്. അപ്പം ഞാൻ ടേസ്റ്റ് ചെയ്ത് നോക്കുകയാണ്. അതിൻ്റെ ഇടയിൽ കൂടെ ചേട്ടൻ വീഡിയോ കോളൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നേ. അപ്പോൾ അതിൻ്റെ ഇടയിൽ കൂടെ സംസാരിക്കാൻ ചേട്ടൻ പറയാം, പുട്ടിൻ്റെ കൂടെ ഈ താറാവ് റോസ്റ്റ് കഴിച്ച് നോക്കുക, അടിപൊളിയാന്നൊക്കെ പറയാറുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ബൈ.